ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിതിപ്പോൾ നിയമസഭയിൽ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. അതായത് 35,000 കോടി രൂപയുടെ പ്ലാനാണ് ഇപ്പോൾ നിലവിലുള്ള പ്ലാൻ. അതുപോലെ ഞങ്ങൾ ഗവൺമെൻറ് ഓൾട്ടർനേറ്റീവ് മെമ്മോറാണ്ടം കൊണ്ടുവന്ന് ബഡ്ജറ്റ് കൊണ്ടുവരുന്നു. ഇതിൽ 20,500 കോടി ഇപ്പം ഇല്ല. 15,000 കോടി ബാക്കിയുള്ളൂ. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ തെറ്റായ കണക്കാണ്. പ്ലാൻ അങ്ങനെ ഒരിക്കലും കൂട്ടാൻ പാടില്ല. അതായത് അവരുടെ ഒരു കണക്ക് 15ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 55,000 കോടി രൂപ 5 കൊല്ലമായി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടി. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന 16ാം ധനകാര്യ കമ്മീഷനും അതുപോലെ ഗ്രാൻഡ് തരും. ആദ്യത്തെ വർഷം 14,137 കോടി രൂപ കിട്ടും എന്ന് പ്ലാനിൽ എഴുതി വെച്ചു. അത് കിട്ടിയേക്കാം എന്നാണ് സംഭവം. പക്ഷെ 16ാം ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്തു? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നിർത്തലാക്കി. അപ്പോൾ പ്ലാനിലെ 14,137.69 കോടി ഇല്ല. മനസ്സിലാക്കണം. 2, 16ാം ധനകാര്യ കമ്മീഷൻ 15 ധനകാര്യ കമ്മീഷൻ നമുക്ക് തന്നിരുന്നത് 1.92% ഡെവല്യൂഷൻ നികുതി വിഹിതം. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കണക്ക് കൂട്ടി അത് 2.8 കിട്ടും. ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ കിട്ടിയപ്പോൾ 2.38 കിട്ടിയുള്ളൂ. അതിൽ നഷ്ടം 5,758.93 കോടിയാണ്. ഇതിന് പുറമെ മറ്റേ ഗ്രാൻഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഗ്രാൻഡ് കിട്ടാത്തത് 603 കോടി. അപ്പം 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. ഒരു ഗവൺമെൻറ്റും കേരള ചരിത്രത്തിൽ ഇതുവരെ ഫേസ് ചെയ്യാത്ത ഗുരുതരമായ സിറ്റുവേഷനാണ് ഉള്ളത്. പ്ലാനിൻ്റെ 35,000 കോടിയിൽ ഇവർ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് വെച്ച 20,500 കോടി ഇല്ല. ഇതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. ഒരു ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ പാടില്ല. കിട്ടും എന്നെല്ലാം പറഞ്ഞ് പ്ലാൻ ഉണ്ടാക്കാമോ? അങ്ങനെ ഉണ്ടാക്കിയ പ്ലാനാണ്. നോക്കിക്കോ, ഷെയർ ഓഫ് സെൻട്രൽ ടാക്സസിൽ ആ ഷോർട്ട് ഫോൾ 2.8 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് 2.3 കിട്ടിക്കഴിഞ്ഞപ്പോൾ 3 to 8 കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൻ്റെ 14,137 രൂപ ടോട്ടലാണ്. ആ 20,500 ഞാൻ പറഞ്ഞതിൻ്റെ സ്പ്ലിറ്റപ്പാണ് അടുത്തത്. അപ്പോൾ പിന്നെ അതുകൂടാതെ സർക്കാർ അടിച്ചേൽപ്പിച്ച അധിക ബാധ്യത, ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള DA DR കുടിശ്ശിക. DA ജീവനക്കാർക്ക്, DR പെൻഷൻകാർക്ക്. സപ്ലൈകോ, കാരുണ്യ ഇൻഷുറൻസ് കോൺട്രാക്ടർമാർക്ക്, പിന്നെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ, SC ST കുടിശ്ശിക, ലോക്കൽ ബോഡിക്ക് അടക്കം 48,733 കോടി രൂപ. ഇതിൽ 21,690 കോടി രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം. ഇതിന് കൂടാതെ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ശമ്പള കമ്മീഷൻ്റെ കാലാവധി പൂർത്തിയായി അവരുടെ റിപ്പോർട്ട് കൊടുത്ത് അതിന്മേൽ നടപടി ആ ഗവൺമെൻറ് എടുക്കണമായിരുന്നു. അത് മനഃപൂർവ്വം പേ കമ്മീഷൻ വയ്ക്കാതെ അവസാന സമയത്ത് പേ കമ്മീഷൻ വെച്ച് ഈ ഗവൺമെൻറ് വരുമ്പോൾ പേ കമ്മീഷൻ റിപ്പോർട്ട് തന്നു. ഗുരുതരമായ ബാധ്യത ഒരു ഗവൺമെൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഗവൺമെൻറ്റിന് ഉണ്ടാക്കി വയ്ക്കും വേറെ. ഇതുകൂടാതെ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും ബാധ്യത ഈ തുകയിൽ ഉൾപ്പെട്ടിട്ടില്ല. അല്ലാതെയാണ് ഇത്രയും ഹ്യൂജ് എമൗണ്ട് വരുന്നത്. നോക്കിക്കോ, DRES 21,670, DR എന്ന് പറഞ്ഞാൽ പെൻഷൻകാർക്കുള്ളത് 14,000. ബിൽ ഡിസ്കൗണ്ടിങ് സിസ്റ്റം, ബാങ്കുകൾക്കും കോൺട്രാക്ടർമാർക്കുള്ള ആ ഡിസ്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട് കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കുന്നത്. അതിൽ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത് 3,431 കോടി. UGC DRES യൂണിവേഴ്സിറ്റിയും കോളേജ് സ്റ്റാഫിന് 1,500 കോടി. ഹെൽത്ത് ഇതും മറ്റേ കാരുണ്യ സ്കീമിന് കൊടുക്കാനുള്ളത് 2,017 കോടി. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് 2,893 കോടി. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ 476 കോടി. SC ST സ്കോളർഷിപ്പ് അരിയസ് പോലും കൊടുത്തിട്ടില്ല, 377 കോടിയാണ്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 3ാം ഗഡു കൊടുക്കാതെയാണ് പോയത്. 1,982. അങ്ങനെയാണ് 48,733 വരുന്നത്. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട തുക നേരത്തെ DA അതെല്ലാം സപ്ലൈകോ KMC എല്ലാം ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് 21,000 കോടി രൂപ ഇപ്പോൾ കൊടുക്കണം.